ചിരിച്ചുകൊണ്ട് ആ ചോദ്യങ്ങളെ പരിഹാസ രൂപേണ നേരിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 6:30 തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് തെളിവെടുപ്പിന് വേണ്ടി തിരുവല്ലയിലെ ഹോട്ടലിൽ ചെലവഴിച്ചത്. ഇനി നേരെ അടൂരിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തെളിവെടുപ്പിന് വരുമ്പോൾ വലിയ സുരക്ഷാ സന്നാഹത്തോടെയാണ് അന്വേഷണ സംഘം എത്തിയത്. ഇതിപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഇന്ന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഡിജിറ്റൽ രേഖകൾ വീണ്ടെടുക്കാനുണ്ട്. ഒപ്പം ഈ നഗ്നദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയിട്ടുണ്ടോ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വേണം എന്നൊക്കെയായിരുന്നു SIT സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏതായാലും 20 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് തെളിവെടുപ്പ് തിരുവല്ലയിലെ ഹോട്ടലിൽ നീണ്ടുനിന്നത്. ഫൈസൽ അസീസ് ഈ പത്തനംതിട്ട ഈ തിരുവല്ലയിലെ ഹോട്ടലിന്റെ പരിസരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ആദ്യത്തെ ഈ മൂന്നാമത്തെ കേസിലെ ആദ്യഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ നേരെ അടൂരിലെ വീട്ടിലേക്കാണോ എത്തിക്കുന്നത്? ഏതായാലും തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. തിരുവല്ലയിലെ ഈ ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇനിയിപ്പോൾ അടൂരിലെ വീട്ടിലേക്കാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യമായ തീരുമാനം വന്നിട്ടില്ല. ഏതായാലും രാഹുലിനെ എയർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കി. ഈ ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ സംഘം മടങ്ങിയിരിക്കുന്നു. സംഘം ഇപ്പോൾ എയർ ക്യാമ്പിലേക്കാണ് മടങ്ങിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും അരമണിക്കൂർ താഴെ മാത്രമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. അരമണിക്കൂർ മാത്രമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്താനുള്ള സമയം എന്ന് പറയുന്നത്. അതായത് രാവിലെ 6:30 എത്തിച്ചു. 6:30 5:30 എയർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. പത്തനംതിട്ട തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വാഹനം പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അറിയിച്ചിരുന്നത് അടൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നായിരുന്നു. പക്ഷേ അതിനല്ല, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനാകും അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതാണ്ട് 5:45 പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. അതിനുശേഷം 6:30 തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചു. അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് തെളിവെടുപ്പിന് വേണ്ടി അന്വേഷണ സംഘം ചെലവഴിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, MLA താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, തങ്ങളെ പ്രദർശിപ്പിക്കുകയാണോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ മാധ്യമങ്ങളൊക്കെ തന്നെ ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നിനും മറുപടി നൽകാൻ ഒന്ന് മൂളാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അതിനെ പരിഹാസ രൂപേണ ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടത്. അതിനുശേഷം തെളിവെടുപ്പിന് ശേഷം വാഹനത്തിലേക്ക് കയറി പോവുകയും ചെയ്തു. പക്ഷേ ഇന്ന് കഴിഞ്ഞ തവണ കണ്ടതുപോലെയല്ല, വലിയ സുരക്ഷാ സന്നാഹത്തോടെയാണ് അന്വേഷണ സംഘം തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ചത്. കാരണം ഇന്നലെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടൽ പരിസരത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തെളിവെടുപ്പിന് വേണ്ടി എത്തിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു പോലീസിന്റെ വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. തെളിവെടുപ്പിന് ശേഷം അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ പ്രതിഷേധത്തിനുള്ള സാധ്യത SIT സംഘം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധമൊന്നും ഈ തിരുവല്ലയിലെ തെളിവെടുപ്പിനിടെ ഉണ്ടായിട്ടില്ല.